നാട്ടിലെ വില്ലാളി വീരൻ, നാട്ടിലെ ഓൾ ഇൻ ഓൾ. അതാണ് അജു ബ്രോ. അവന്റെ പണി ടീച്ചിങ് ആയിരുന്നു. പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് അവൻ പലതും ഉപേക്ഷിച്ചാണ് ടീച്ചിങ് എടുത്തത് എന്നും അവനൊരു സംഭവമാണെന്നുമായിരുന്നു പറഞ്ഞു പരത്തിയത്. എന്നാൽ ജീവിതത്തിൽ അവൻ ഒരു വട്ടപൂജ്യമായിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് രാത്രി വീട്ടിലെത്തിയവനെ തന്റെ വീട്ടുകാർ കുറെ വഴക്ക് പറയുന്നുണ്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് 9 മാസം ആയെങ്കിലും അവൻ അവളോട് മിണ്ടാറില്ല. ഇതിന് കാരണം കല്യാണത്തിന് മുൻപ് തന്നെ അവൾക്ക് അപസ്മാരമുണ്ടെന്നും കഴിഞ്ഞ 10 വർഷത്തിൽ ഇതുവരെ വന്നില്ല എന്നും പറഞ്ഞപ്പോൾ അവൻ വിവാഹത്തിന് സമ്മതിക്കുന്നു. എന്നാൽ വിവാഹത്തിന്റെ ടെൻഷൻ കാരണവും കുടിക്കാൻ മാറുന്നതും കൊണ്ട് ആ ദിവസം വീണ്ടും അപസ്മാരം വരുന്നു. അത് അവനെ അങ്ങ് തളർത്തി കളഞ്ഞിരുന്നു. തന്റെ ഭാര്യ അപസ്മര രോഗിയാണെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ തന്റെ സോഷ്യൽ സ്റ്റാറ്റസിന് പ്രശ്നമാണ് പറഞ്ഞ അവളെ അവൻ പുറത്തുവരെ കൊണ്ടുപോകാതെ നിന്നു. എന്നാൽ ഇതൊക്കെ സഹിച്ച് അവൾ അവിടെ തന്നെ ഒതുങ്ങിക്കൂടി. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചപ്പോൾ അവന് ഉത്തരം അറിയാത്തതുകൊണ്ട് ആ കുട്ടിയുടെ ചള്ള നോക്കി അവൻ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവന് സസ്പെൻഷനൊക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരു ബുദ്ധി ഉപയോഗിക്കുന്നു. അതായത് അവൻ ഈ മാസം വേൾഡ് വാർ ആയിരുന്നു എടുക്കേണ്ട വിഷയം എന്നും അതിനു മുൻപ് സസ്പെൻഷൻ കിട്ടിയെന്നും പ്രിൻസിപ്പാളോട് പറയുന്നു. കുട്ടികൾക്ക് വേണ്ടി ഞാൻ യൂറോപ്പിൽ സെക്കൻഡ് വേൾഡ് വാർ നടന്ന സ്ഥലത്ത് പോയി ലൈവ് ക്ലാസ് എടുക്കുമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവിടേക്ക് പോകാനുള്ള ടിക്കറ്റിന്റെയും ബാക്കി പൈസയും അജയ് തന്റെ അച്ഛനോട് ചോദിക്കുന്നു. താൻ ഒറ്റക്കാണിൽ പൈസ ലഭിക്കില്ല എന്നറിഞ്ഞവൻ നിഷയും കൂട്ടി ടൂർ പോവുകയാണെന്ന് കള്ളം പറയുന്നു. പൈസ കിട്ടിയതിനു ശേഷം നിഷയെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ തന്ത്രപരമായി അവന്റെ കൂടെ കൂടി. അവിടെ വെച്ച് അജയും നിഷയും കുറച്ചെങ്കിലും സംസാരിക്കാൻ ആരംഭിക്കുന്നു. പിന്നീട് കഴിഞ്ഞതൊക്കെ മറന്ന് അടിച്ചു പൊളിക്കുന്നു. അതിന്റെ ഇടക്ക് പാർട്ടിയുടെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തവളെ തന്റെ സോഷ്യൽ സ്റ്റാറ്റസിന് ഇതൊക്കെ ബാധിക്കും പറഞ്ഞ് വീണ്ടും അടിയുണ്ടാക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയി വിവാഹമോചനം ഒക്കെ നടത്താനായിരുന്നു നിഷ കരുതിയത്. എന്നാൽ അതിന്റെ ഇടക്ക് ഹിറ്റ്ലർ മരിച്ച സ്ഥലത്ത് അജയ് പോയപ്പോൾ കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കിയ പലതും ഒരു കാലത്ത് നഷ്ടപ്പെടുമെന്നും അതുപോലെ പണ്ടത്തെ കാലത്ത് ജ്യൂസുകാരെ വേട്ടയാടിക്കൊന്ന കഥയൊക്കെ അറിഞ്ഞപ്പോൾ അവന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അവന് അവന്റെ തെറ്റ് മനസ്സിലായി. പിന്നീട് ഇവർ ഒരുമിച്ച് കൂട്ടക്കൊല നടത്തിയ ഗ്യാസ് ചേമ്പർ പോയി കണ്ടപ്പോൾ അവൻ ആ ലോകത്തെത്തിപ്പോയി. അവിടെ വെച്ച് അപസ്മാരം വന്ന അവളെ അവൻ തന്നെയായിരുന്നു സഹായിച്ചത്. പിന്നീട് വളരെ സന്തോഷത്തിൽ അവർ നാട്ടിലെത്തി. അതുപോലെ അജയ് അവിടെ വെച്ച് നടത്തിയ ഓൺലൈൻ ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെട്ടിരുന്നു. അതിനാൽ അവനെ വീണ്ടും ആ സ്കൂളിലേക്ക് തിരിച്ചെടുത്തു.